പ്രത്യേകിച്ച് യുവാക്കൾ. ബാല്യക്കാര് ഇപ്പൊ യൂട്യൂബ് അത് ഇത് മറ്റേ മറിച്ചത് അല്ലേ, ഇത് ഈ ബാല്യക്കാര് വിഷയം ചെല്ലുമ്പോ ചില വയസ്സന്മാർ പറയലുണ്ട്, എല്ലാരും അല്ല, ഊർത്തോറല്ല, ഇത് ചില വയസ്സന്മാർ പറയലുണ്ട് ബാല്യക്കാരെ കുരുത്തക്കേടും അത് ഇതെല്ലാം കാണുമ്പോ യൂട്യൂബിലും അതിലും ഇങ്ങനെ ഫുള്ള് അതിലെന്നെ ഓന്റെ കൾബും കണ്ണും ലിവറും കൊടലും എല്ലാം ഈലെന്നെ എല്ലാം ഈലെന്നെ. മാത്രമല്ല നാട്ടിലറിയപ്പെട്ട കുരുത്തക്കേടും ഇതെല്ലാം കാണുമ്പോ ചില വയസ്സന്മാർ പറയലുണ്ട്, യാ റബ്ബേ എന്ത് ഓന്റെ ആ വയസ്സില് ഞങ്ങൾക്ക് ആ വയസ്സ്, ഓന്റെ വയസ്സ് ഞങ്ങൾക്കും അതിനല്ലേ, ഈ സുലൈമാനല്ല ഓന്റെ വയസ്സ് ഞങ്ങൾക്കും അതിനല്ലേ, ആ ബാല്യപ്രായത്തിൽ ഞങ്ങൾ ഇങ്ങനെന്തോ ആക്കിയിട്ടമ്മ നിങ്ങ അങ്ങനെ ആക്കല. കാരണം എന്താ, അന്ന് അംബാനിന്റെ MP ഇല്ല ഉണ്ടായിനെങ്കിൽ നിങ്ങളും കിട്ടല, അങ്ങനെ ഒരു ടാലിയാക്കാൻ പറ്റല്ലോ. ഒന്ന് രണ്ടാമത് അത് നല്ല കാലമാണ്, അങ്ങനെ നിങ്ങൾ ആവേല, അത് നല്ല കാലാണ്, അത് ഇന്നത്തെ പോലത്തെ പൊട്ടിത്തെറിച്ച കാലമല്ല. ഒന്ന് രണ്ടാമത് MP ഇല്ല, 4G ഇല്ല, 2G ഇല്ല, പിന്നല്ലേ 4G. പിന്നെ ഞങ്ങൾ ഇങ്ങനെന്തോ ആക്കിയിട്ടില്ല മഞ്ചലിട്ട് അങ്ങനെ വലിയ ആളാണ്ട. ഒന്ന് രണ്ടാമത് ഇനിമോ പിന്നെ ആകെ തെറ്റി ലെവല് പറ്റ ബോർഡർ വിട്ട് കൺട്രോൾ എല്ലാം പോയി. എന്നാലും നീ അവനെ കുറ്റം പറഞ്ഞിട്ട് പിന്നെയും ദൂരാക്കണ്ട, അടുപ്പിക്കണം. ബാല്യക്കാർ തെറ്റ് ചെയ്യുന്നു, മോശക്കാരനായി അവൻ വേണ്ടാത്തത് ചെയ്യുന്ന പറഞ്ഞിട്ട് എപ്പോഴും ആണ്ടും പോളും 364 ഓനെ കമ്മിറ്റി എടുക്കാതിരിക്കുന്നതിന് അർത്ഥമില്ല. ഓനെ മെമ്പറാക്കണ്ട, ഓ ഇറച്ചിന്റെ സീറിന് കൊടുക്കുന്നാട ഓൻ വേണ്ട. എന്തേ ഓ 8 പിന്നെ കള്ളു കുടിച്ചിനോ, ചെന്നവൻ ഇന്നലെ 8 നാക്ക് മുന്നേ കള്ളു കുടിച്ചോ. അങ്ങനെ എപ്പോൾ ബാല്യക്കാരല്ലേ, ആ പ്രായത്തിൽ തെറ്റ് സഹജല്ലേ, സാമാന്യല്ലേ. അപ്പൊ അതിന്റെ പേരിൽ എപ്പോഴും അയാളെ കുറ്റപ്പെടുത്തി പടിക്ക് പുറത്തിടരുത്, അടുപ്പിക്കണം, നേരെയാക്കണം, ഉപദേശിക്കണം, നല്ല നിലക്ക് പെരുമാറണം, പടിക്ക് പുറത്താക്കരുത്. മഹാനായ ജുനൈദ് പിന്നെ ബഗ്ദാദിൽ നടന്നു പോകുമ്പോ, ബഗ്ദാദിന്റെ തീരത്തുകൂടി നടന്നു പോകുമ്പോ മഹാനായ ദുആക്ക് ഇജാബത്തുള്ള മഹാനാണെന്ന് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. കറാമത്ത് കൊണ്ട് ലോകവിശ്രുതരായ കിതാബുകളിൽ മുഴുവനും പറയപ്പെട്ടവരായ ദുആക്ക് ഇജാബത്തുള്ളവരായ മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു വലിയ മഹാന. ദുആരെന്നാൽ അപ്പം എന്താണ് ചോദിച്ചേ? അതാണ് ആ മഹാനത. ദിജ്ലയുടെ തീരത്ത്, ബഗ്ദാദിന്റെ തീരത്ത് കൂടി നടന്നു പോകുമ്പോ ആ നാട്ടിലെ നല്ലവരായ വയസ്സന്മാരും കമ്മിറ്റിയിലെ മെമ്പർമാരെല്ലാം വന്നിട്ട് മഹാനരോട് പറഞ്ഞു, തങ്ങളെ മഅറൂഫുൽ ഖർഖി തങ്ങളെ അതാ ആ റൂമിൽ 10-11 ആളെ കാണുന്നു. ഓറാണ് ഈ നാട്ടിലെ ഗുരു നാറ്റം പുള്ളർ. കക്കുന്ന ജാഗയിൽ ഓന്റെ പേരുണ്ട്, പോലീസിൽ 4 അടുത്ത സ്റ്റേഷനിൽ ഓന്റെ കേസുണ്ട്. ഒരു പെണ്ണിന് ഈ ഭാഗത്തിലെ ബീഡി കൊണ്ടുപോകാനാന്നില്ല, എല്ലാരും നമ്പറും ഓന്റെ കയ്യിലുണ്ട്. ഇനി ഞങ്ങൾക്ക് കേട്ടറാമോ അപ്പോ റട്ട പോലാക്കിട്ട് വരുന്ന കാണുമ്പോ ഞങ്ങൾ ഹാർട്ട് താതക്കും കിഡ്നി വീതക്കുവാ. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളിൽ ഒരു കാര്യം പറയാനുണ്ട് തങ്ങള്. എന്ത് അവർക്കെതിരെ ദുആരക്കണ്. അവർ അതാ കള്ളു കുടിച്ച് മതോന്മുഖരായി ഇന്നവിടെ ആടുകയാണ്, പാടുകയാണ്. നാട്ടിലെ സോമാരി പുള്ളന്മാർ, തരികിട പുള്ളന്മാർ, അതേ ആ കാലത്ത് ആ നാട്ടിൽ ജീവിച്ച ഏറ്റവും തേർഡ് റൈസ് പുള്ളന്മാർ, ഏറ്റവും ബെടക്ക പുള്ളന്മാർ, ബാല്യക്കാർ, അവർക്കെതിരെ ദുആരക്കണോ? അവരെ കാരണമായി ഞങ്ങൾക്ക് ഇവിടെ നടക്കാനാവില്ല. ഞങ്ങളെ പള്ളിയിൽ ഒരു മീറ്റിംഗ് കൂടാൻ വിടുന്നില്ല. എന്തത് വിടാഞ്ഞേ? ഏത് പള്ളിന്ന് കേട്ടിട്ടുണ്ടാ? അവരെ കുരുത്തക്കേട്ട കോലം പറ, നിങ്ങൾക്ക് തീരുന്ന ഭാഷയിൽ ചെല്ലണല്ലേ. പള്ളിയിലൊരു മീറ്റിംഗ് കൂടാൻ വിടുന്നില്ല തങ്ങളെ. എന്തത്? ഓന് പ്രസിഡന്റ് ആണല്ല. ഓന് പ്രസിഡന്റ് ആണെന്ന് ചെല്ലിട്ടല്ല, ഓൻ വരുമ്പോ 150 ഇട്ടിട്ട് വരുന്നത്. അപ്പൊ പിന്നെ പള്ളി എന്ത് മദ്രസ എന്ത് ഓനറിയുന്നില്ല. പിന്നെ ഞങ്ങളെ പെണ്ണുങ്ങളെല്ലാം നല്ലോണം ബുദ്ധിമുട്ടാക്കും. നാട്ടിൽ വെറും ഉപദേശിച്ചെങ്കിലും ഉപദേശം കൊള്ളുന്നില്ല. വേണ്ട പോലെ ഉപദേശിക്കാൻ ഞങ്ങൾക്ക് ധൈര്യവുമില്ല. അല്ലെങ്കിലും ബാല്യക്കാരെ മുമ്പിൽ പോയിട്ട് കുറച്ചല്ല വേല പറയണമെങ്കിൽ കുറച്ച് ധൈര്യം വേണം. സ്വഭാവിക്കണിച്ചോ പള്ളിക്കല്ല വാങ്ങിന് ജിമ്മിനി. അപ്പൊ എങ്ങനെയും വേണ്ടി വരും ധൈര്യം. അല്ല കൂടെ അങ്ങനെ അല്ലേ? അല്ലേ? അല്ലാഹ് കാത്ത്. അൽഹംദുലില്ലാഹ്.
മഹാനായ മഅറൂഫുൽ ഖർഹി തങ്ങളോട് പറഞ്ഞു പത്ര തങ്ങളെ ഇനി അവരെ കുറ്റക്കേട് കാണാൻ പാടില്ല, ഇനി ഈ നാട്ടിൽ അവരെ കാരണമായിട്ട് അസ്വസ്ഥതകൾ ഉണ്ടാകാൻ പാടില്ല, അശാന്തി ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയുള്ള ധിക്കാരികളായ, സോമാരികളായ, വഴിതെറ്റിയവരായ, ഈമാനില്ലാത്തവരായ ബാല്യക്കാരെ നാട്ടിലുണ്ടായിട്ട് ഗുണം എന്താ? അതുകൊണ്ട് തങ്ങളെ വേണ്ട, അവർക്കെതിരെ ദുആരക്കണ്, നശിച്ചു പോകട്ടെ. മഅറൂഫുൽ ഖർഹി തങ്ങൾ ദുആരം നാൾ ഉത്തരം ഉറപ്പാ. അവരെ കാറ്റുപോയതെന്ന് സംശയമില്ല. അവരുടെ ആവശ്യം മാനിച്ച് നല്ലവരിൽ നല്ലവരായ ഈമാനുള്ളവരായ നാട്ടുകാരുടെ ആവശ്യം മാനിച്ച് മഹാനായ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു അതാ ബാല്യക്കാർക്കെതിരെ ദുആരക്കുന്നു. എങ്ങനറിയോ ദുആരുന്നത്? അല്ലാഹുമ്മ, ഇങ്ങോട്ട് ശ്രദ്ധിക്കേ, അല്ലാഹുമ്മ, എന്നെ ശ്രദ്ധിച്ചോ, മഹാൻ ദുആരക്കുകയാണ്. അല്ലാഹുമ്മ കമാ ഫറഹ്തഹും ഫിദ്ദുനിയാ ഫഫർരിഹും ഫിൽ ആഖിറ. പടച്ചവനെ, ആ ബാല്യക്കാരെ കണ്ടില്ലേ നീ? എത്ര സന്തോഷത്തിലാണ്, കളിച്ച് ചിരിച്ച് ആടി പാടിയിട്ട് അവർ നല്ല ഉന്മേഷത്തിലാണ്, റാഹത്തിലാണ്, വല്ലാത്ത ഹാപ്പിയാണ്. ആ ദുനിയാവിൽ അവർ വല്ലാതെ ഹാപ്പിയാണ്. റബ്ബേ, ദുനിയാവിൽ അവർ ഹാപ്പിയായതുപോലെ നാളെ നിന്റെ ലോകത്ത്, പരലോകത്ത് അവരെ ഹാപ്പിയാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. എങ്ങനുണ്ട് ദ്വാരക്കം പറഞ്ഞെന്തെന്ന്? അവരെ കാറ്റ് പോണം തങ്ങളെ, ഇനി മേലാൽ കണ്ടാൻ കായാലോ അവരെ ദ്വാരക്കോണോ? തങ്ങൾ ദ്വാരുന്നെന്തെന്ന്? ദുനിയാവില് സന്തോഷിച്ചിട്ട് അങ്ങനെ ചൊട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും ചന്തത്തില് നല്ല സന്തോഷം നാളെ ആഖിറത്തിൽ കൊടുക്കണേ അല്ലാ. ജനങ്ങൾ ആമീൻ പറയുന്നതിൻ്റെ ഇടയിൽ അവർക്ക് തന്നെ ഒരു കുസു വല്ലാത്തൊരു വായ്പയല്ലേ. ഇതിനു മുന്നത്ര കാട്ടി സ്പീഡ് കൂടും. കണ്ടെത്തുവാക്ക് ഉത്തരം ഉറപ്പല്ലേ? ദുനിയാവിൽ ഏതുപോലെ സന്തോഷിച്ച് തുള്ളുന്നു, കളിക്കുന്നു, ഇരിക്കുന്നു, അതിനേക്കാളും റാഹത്തില് നാളെ ആഖിറത്തിലും സന്തോഷിപ്പിക്കണേ അല്ലാ. മഹാന്റെ ദുആ അങ്ങനെ. ദുആ കഴിഞ്ഞിട്ട് ആമീൻ തീരേണ്ട താമസം. സുബ്ഹാനല്ലാഹ്. ബാല്യക്കാര് ഓരോരുത്തരായി തങ്ങളെ മുമ്പിൽ വരുന്നു, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു, തൗബ ചെയ്ത് മടങ്ങുന്നു. മഹാന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യുന്നു. എല്ലാ തെമ്മാടിത്തരങ്ങളിൽ നിന്നും മാറി അല്ലാഹുവിലേക്ക് മടങ്ങി നല്ലവരായവർ ജീവിച്ചോ. നാളെ പരലോകത്തവർ സന്തോഷത്തിലാണ്. ഞാൻ പറഞ്ഞു വന്നത്, തെറ്റ് ചെയ്യുന്നവരായിട്ട്, ബുദ്ധിമോശക്കാരായിട്ട്, അരുതായ്മകൾ കാട്ടുന്നവരായിട്ട്, ഗടിപിടിയാക്കുന്നവരായിട്ട് ബാല്യക്കാരെ നിങ്ങൾ കണ്ടാലും അവരെ കുറ്റപ്പെടുത്തല്ലേ.